നമ്മുടെ ഈ സമരം ഒരു മാതൃകാപരമായ സമരമാണ്. ഇവിടെ നമുക്ക് നിക്ഷിപ്ത താല്പര്യങ്ങളോ വ്യക്തി താല്പര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ വിശുദ്ധ ബൈബിളിൽ നിന്നുള്ള ഒരു വചനഭാഗം പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ള തിരുവചനം. അവിടെ അതിന്റെ തലക്കെട്ട് തലവാചകം ഇപ്രകാരമാണ്: ആത്മീയ സമരം. ആത്മീയ സമരം. ഒരു സമരത്തിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ കരുതലോടെ, ജാഗ്രതയോടെ, ജാഗരൂകതയോടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. എഫേസോസുകാർക്ക് ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ തിരുവചനം മുതൽ അവിടെ നമ്മൾ പറയുന്നു: സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്തു നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. സാത്താന്റെ കുടില തന്ത്രങ്ങൾ ഈ സമരത്തിന് നേരെയും ഇതിന് നേതൃത്വം കൊടുക്കുന്നവർക്കെതിരെയും സാത്താന്റെ കുടില തന്ത്രങ്ങൾ ഉണ്ടാകും. തുടർന്ന് നമ്മൾ വായിക്കുന്നു: എന്തെന്നാൽ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും തീർന്നില്ല, സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നിങ്ങൾ പടവെട്ടുന്നത്. മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും എതിരായിട്ടാണ് നമ്മൾ പടവെട്ടുന്നത്. അതുകൊണ്ട് അല്പം വൈകിയാലും നീതി നേടിയിട്ട് ഈ സമരം അവസാനിക്കുകയുള്ളൂ. ഇത് തോൽക്കാൻ വേണ്ടിയുള്ളതല്ല, ഇത് ജയിക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ ധർമ്മസമരത്തിൽ ഈ മുനമ്പത്തെ ജനത മാത്രമല്ല, മനസാക്ഷിയുള്ള, മനുഷ്യാവകാശ ബോധമുള്ള കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തിലെ സകല മനുഷ്യരും ഈ സമരത്തിന്റെ കൂടെയാണ്. അതുകൊണ്ട് ഈ ധർമ്മസമരം ജയിക്കും. അതുവരെയും നമ്മൾ ഒരുമിച്ചാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് ഒരുപക്ഷെ കുറച്ച് സഹോദരന്മാരും സഹോദരിമാരുമാണ്. ഇത് പ്രതീകാത്മകമാണ്. പക്ഷെ ഈ സമരത്തിന്റെ ജ്വാല ഒഴിയുന്നത്, ഇതിന്റെ മുറവിളി ഉയരുന്നത് ഇവിടെ മാത്രമല്ല, കേരളം മുഴുവനും, ഭാരതം മുഴുവനും, ലോകം മുഴുവനും ഇതിന്റെ നിലവിളി അനുരണനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.